ഹായ് നമസ്കാരം, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ബാച്ചിസ് കിച്ചണിലാണ്. ഹായ് ബിനോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കണം. ബിനോ, നമ്മളിപ്പോൾ ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ബാച്ചിസിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ചോദിക്കട്ടെ, ഇത് എവിടെയാണ് ഈ ബാച്ചിസ്? ഇത് പാലാരിവട്ടം മാമംഗലം മെട്രോപില്ലർ 481 481 അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ബാച്ചീസ് കിച്ചൺ ആണല്ലേ? അതാണ് നമ്മളെ ഓപ്പൺ കിച്ചൺ. അതെ, ഓപ്പൺ റെസ്റ്റോറന്റ്. അതായത് പാർക്കിങ്ങും എല്ലാത്തിനും ആൾക്കാർക്ക് വന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റും. അതെ, നമ്മുടെ ഒരു സുഹൃത്തിന്റെ സ്ഥലമാണ്. അപ്പൊ ഞാനിത് കണ്ടപ്പോൾ തന്നെ പാർക്കിംഗ് ഇത്ര ഏരിയ ഉള്ളതുകൊണ്ട് ഒരു ഏരിയ ഓപ്പൺ റെസ്റ്റോറന്റിന് വേണ്ടി മാറ്റി മാക്സിമം കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ അത്യാവശ്യം പാർക്കിംഗ് കൊടുത്തുകൊണ്ട് തന്നെയാണ്. പാർക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് മനസ്സമാധാനമായിട്ട് കഴിച്ചിട്ട് പോവാം, സുഖമായിട്ട് പാർക്ക് ചെയ്ത് വന്ന് ഇരുന്ന് നല്ല എയർ കൊണ്ട് മഴയുണ്ടെ മഴ കണ്ട് ഓപ്പൺ ആയിട്ടിരുന്ന് കഴിച്ചിട്ട് പോവാം. അതാണ് ഒരു ബാച്ചീസിന്റെ ഒരു ഞാനിപ്പോ ചോദിക്കണ്ടല്ലോ ബാച്ചീസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളെ ബാച്ചീസ് ആ പേരിടാൻ എന്താ കാരണം? ഞാൻ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ആലോചിച്ചപ്പം നല്ലൊരു പേര് വേണമെന്നു എൻ്റെ ചിന്ത വന്നു. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെറ്റ് നെയിമാണ് ബാച്ചി എന്നുള്ളത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ എസ് കൂടെ ചേർത്ത് ബാച്ചീസ് കിച്ചൺ എന്നുള്ളതാക്കി. അതാണ് പേരിൻ്റെ ഉറവിടം. അതാണ് ബാച്ചീസ്. അതെ, അതാണ് ബാച്ചീസ്. നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ ഇവിടെ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പല ബിസിനസ്സും ചെയ്തു. അതിനുശേഷം ഞാൻ ഗവൺമെൻറ് കോൺട്രാക്റ്റായിരുന്നു, A-ക്ലാസ് കോൺട്രാക്റ്റായിരുന്നു, PWD വാട്ടർ അതോറിറ്റി. 20 വർഷത്തോളം അത് ചെയ്തു. അതിനുശേഷം 1 വർഷം ബോച്ചെ ടോഡി പബ്ബിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി. അവിടെ 6 മാസം അത് ചെയ്തു. അതിനുശേഷം തുടങ്ങിയ സ്ഥാപനമാണ് ഇത് തുടങ്ങിയിട്ട് 4 മാസമായി. അതെ. അതുപോലെ ബിനോ, ഒരു കോൺട്രാക്ടർ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള എന്താണ് അതിനുവേണ്ടി അതൊരു കൺസെപ്റ്റിലേക്ക് എടുക്കാൻ കാര്യം? അല്ല, ഞാൻ കോൺട്രാക്ടർ ആയിരുന്ന സമയത്തും നമ്മൾ എപ്പോഴും പുറത്തുനിന്നാണല്ലോ ഫുഡ് കഴിക്കുന്നത്. ഓക്കെ. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഞാൻ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പാലക്കാടൻ ഏരിയയിലാണ്. അപ്പം നാടൻ ഫുഡ് അവിടെ കിട്ടും. പക്ഷെ നമ്മുടെ എറണാകുളം ടൗണിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നാടൻ ഫുഡിൻ്റെ ലഭ്യത കുറവാണ്. അപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആലോചിച്ചത് സാധാരണ ജനങ്ങൾക്ക് കയറാൻ പറ്റണം, എന്നാൽ മൾട്ടി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതിനേക്കാൾ ക്വാളിറ്റിയിൽ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റണം, പക്ഷേ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊടുക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഈ ബാച്ചീസ്. അതെ. അതുപോലെ തന്നെ നമ്മളിവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ 11 മണി തൊട്ട് 11 മണി വരെ ഉള്ളൂ. അതായത് ഉച്ചക്കത്തെ ഊണ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കൊന്നും? ഉച്ചയ്ക്ക് മെനു ഉണ്ട്. ഇതാണ് മെനു. ഉച്ചയ്ക്ക് മീൽസോടുകൂടിയാണ്, ഊണോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആവി പറക്കുന്ന ഊണ്, അതാണ് എൻ്റെ കൺസെപ്റ്റ്. എത്ര മഴയത്ത് വന്നാലും അവർക്ക് ചൂടോടുകൂടി ഊണ് കഴിച്ചിട്ട് പോകണം. അതിന് നാടൻ കറികളും നാടൻ ഫിഷിൻ്റെ ഐറ്റംസ്, അതുപോലെ തവയുണ്ട്, ഫിഷ് തവയുണ്ട്. അങ്ങനെ ഓരോ ഐറ്റങ്ങളും. അതായത് അന്നന്ന് കിട്ടുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിഷസ്. അതെ. ഒരു ഐറ്റവും പിറ്റേ ദിവസത്തേക്കില്ല. അന്നത്തേക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യുക, അത് തീർക്കുക. അതിനുള്ള ക്വാണ്ടിറ്റി വെക്കുന്നുള്ളൂ. എല്ലാ സാധനവും കംപ്ലീറ്റ് ലൈവായിരിക്കും. പൊറോട്ട പോലും നമ്മൾ അടിച്ചു വെക്കുന്ന ഒരു പരിപാടിയില്ല, അത് ലൈവായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ വേറൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ഒരു 4 മതിൽക്കെട്ടിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കുന്നതിനേക്കാൾ സുഖം ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ നമ്മൾ കഴിക്കാൻ നേരത്തും അതിൻ്റെ ഒരു ഫുഡിൻ്റെ മാത്രമല്ല അല്ലേ, നമ്മൾ ആ വരുന്ന AC റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതിനേക്കാളും ഇത് ഫ്രഷ് എയർ കൊണ്ടിരുന്ന് കഴിക്കാം. അതാണ് ഏറ്റവും പ്രത്യേകത. അതാണ് നമ്മളൊരു പ്രത്യേകത. അതെ.
അതുപോലെ ബാച്ചസിൽ ഇപ്പൊ നമ്മള് ഇത് കൂടാതെ നമ്മുടെ ഊണ് കൂടാതെ തന്നെ എന്തൊക്കെയാണ് വേറെ ഡിഷസ്? ഊണ് കൂടാതെ ബിരിയാണീസ് ഉണ്ട്, വെറൈറ്റി ബിരിയാണികളുണ്ട്. അതുപോലെ കപ്പ ഈ നാടൻ കപ്പ ബിരിയാണി എന്ന് പറയുന്ന ഐറ്റം, ഇതൊന്നും ഇവിടെ കിട്ടുന്നതല്ല, തട്ടുകട കിട്ടുന്ന പോലല്ല. വേറൊരു ഐറ്റം, നല്ലൊരു ഐറ്റം ഇവിടെ കപ്പ ബിരിയാണി ആയിട്ട് കിട്ടും. പിന്നെ അൽഫാമുണ്ട്, ഷവായ ഉണ്ട്, ഫിഷ് തവ ഐറ്റങ്ങൾ കിട്ടും. പിന്നെ ഫിഷിന്റെ തന്നെ അൽഫാം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ അതെ നേരത്തെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തു വെക്കും. അതുപോലെ നാടൻ സ്നാക്സുകൾ ഇപ്പൊ നമ്മുടെ ഹോട്ടലിലൊക്കെ എല്ലാം തലശ്ശേരി വിഭവങ്ങളാണ് കിട്ടുന്നത്. അതിന് പകരം നമ്മൾ പഴയ ബജീസ്, നാടൻ കൊഴുക്കട്ട, ഇലയട, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ. പിന്നെ വേറൊരു സംഭവം കണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചായിരുന്നു, പൊറോട്ട സാൻഡ്വിച്ച്, പൊറോട്ട റോള്. അതെ അതെ, അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മളുടെ ഒരു സ്പെഷ്യലാണ്. അതെ 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 അല്ലേ, മറ്റെങ്ങും കിട്ടാത്ത ഒരു സാധനമാണ്. ഇവിടെ അടുത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം അതെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ 1-2 ഐറ്റങ്ങളുണ്ട് അങ്ങനെ സ്പെഷ്യൽ. റോസ്റ്റഡ് ബനാന, അതുപോലെ പൊറോട്ട റോള്, ഇതൊക്കെ എല്ലാവരും, അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പെട്ടെന്ന് അതെ 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 സ്പെഷ്യൽ ഐറ്റം. അല്ല, നമുക്കൊരു പ്രത്യേകത വേണമല്ലോ. അതെ 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 അല്ല, എല്ലാവരിടത്തും പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഐറ്റം ആയിരിക്കരുത്. നമുക്കൊരു 1-2 ഐറ്റംസ് നമ്മളെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. പിന്നെ കിഴി പൊറോട്ട, ഇതിനുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. അതല്ലേ, ഓക്കെ. ഇപ്പം നമ്മള് 3 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസം. ഈ 4 മാസം നമ്മൾ ഈ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം? എനിക്ക് ഇവിടെ അടുത്തുള്ള ഓഫീസുകൾ, ചുറ്റുവട്ടമുള്ള വീടുകൾ, അവരാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. എനിക്ക് പുറത്തുനിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നവർ. ഒരു കാരണവശാലും തിരിച്ച് മടങ്ങി പോകില്ല, കാരണം അങ്ങനത്തെ ഫുഡാണ് ഞാൻ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് നമ്മൾ ടേസ്റ്റിയാണ്, ക്വാളിറ്റി, ടേസ്റ്റി, അത് സന്തോഷത്തോടെ വിളമ്പുക. അതാണ് എൻ്റെ വരുന്ന കഴിക്കാൻ വേണ്ടി വരുന്ന കസ്റ്റമേഴ്സിന് അതെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ബിനോയ്ക്ക് അറിയാം. ബിനോ ഇപ്പൊ പല മേഖലകളിലും ബിസിനസ് ചെയ്തിട്ടുണ്ട്. എത്ര വർഷമായി ഇപ്പം നമ്മളെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പം എല്ലാ ബിസിനസ്സോട് കൂട്ടിയാൽ 24-25 വർഷത്തോളം. പക്ഷെ ആ ഒരു പല ആൾക്കാരുടെയും നമ്മള് കണ്ടിട്ടുണ്ട്, നമ്മൾ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, ഒരാളോട് എങ്ങനെയാണ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒത്തിരി ഐറ്റംസ് ഉണ്ട്, 100 ഐറ്റംസ് ഉണ്ടെന്നാണല്ലേ അല്ലേ? വെറൈറ്റി ഫുഡുകളാണ്, എല്ലാ ഐറ്റവും ഉണ്ട്. ഇന്ത്യൻ ഡിഷ്, സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട്, ചൈനീസ് ഐറ്റം ഉണ്ട്, നാടൻ വിഭവങ്ങളുണ്ട്, എല്ലാ ഐറ്റവും. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ വന്നാൽ നമ്മൾ എടുക്കാറുണ്ടോ? ഉണ്ട്. നേരത്തെ പറയുന്നത് ഓർഡർ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ ഇപ്പൊ ഈ മാസം തൊട്ട് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 1 കിലോമീറ്റർ ചുറ്റുള്ളത് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ബിനോ ഒരു മുതലാളി തൊഴിലാളി എന്നുള്ളൊരു ഇവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിനോയാണെങ്കിലും അവിടെ സപ്ലൈനാണെങ്കിലും ഇവിടെ വന്ന കസ്റ്റമർക്കാണെങ്കിലും ഞാൻ വിളമ്പ കൊടുക്കാൻ കയറും, സപ്ലൈ ചെയ്യാൻ കൊടുക്കും, ക്യാഷിലിരിക്കും, എല്ലാ കുക്ക് ചെയ്യും, അങ്ങനെയല്ല. എന്ത് കാര്യം ചെയ്താലേ നമുക്ക് ഇത് റെസ്റ്റോറന്റ് ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു മാനേജറുണ്ട്, മണി എന്നാണ്, അദ്ദേഹം അത് ചെയ്തു. സെൽഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സെൽഫ് സർവീസ് ആണ് ഇവിടെ? അങ്ങനെയല്ല, സെൽഫ് സർവീസ്, ടോക്കൺ ഫസ്റ്റ് ഒക്കെ ഞാൻ ബോർഡ് എത്തിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സമയത്ത്, ചിലപ്പോൾ ചില തിരക്ക് സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റാഫ് കുറച്ച് പേര് എന്തെങ്കിലും പെട്ടെന്ന് ലീവ് ആയി കഴിഞ്ഞാൽ അതൊരു ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാനതൊന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്. മാക്സിമം ആൾക്കാർ ടോക്കൺ എടുത്ത് അവിടുന്ന് തന്നെ സെൽഫായിട്ട് എടുക്കുകയാണെങ്കിൽ കംപ്ലൈൻറ്റുകൾ കുറഞ്ഞിരിക്കും. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആളെ വെച്ച് കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫുൾ പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഒരു 10-25 ഫാമിലി ഈ ഒരു റെസ്റ്റോറൻറ്റിനോട് കഴിയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളോട് ഇത് ചെയ്ത് പോകുന്നു. പിന്നെ എല്ലാവരുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ അതൊരു അത് പിന്നെ ഇപ്പോൾ പറഞ്ഞതിൽ വളരെ കാര്യമുണ്ട്. എന്നുണ്ടെങ്കിൽ
ഇത്രയും കുടുംബങ്ങള് സംരക്ഷിക്കുന്നതെങ്കിൽ വിനോദക്ക് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. അല്ല, അതാണ് സന്തോഷം. അല്ല, നമ്മളിപ്പോ 10-15 ഫാമിലിയില് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം, ചെറിയ കാര്യമൊന്നുമല്ല. അല്ല, പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഇത് ഭയങ്കര റിസ്കി സംഭവമാണ്. അതെ അതെ അതെ, ചെറിയൊരു ഫോൾട്ട് മതി അല്ലേ? അതെ. എല്ലാ ഐറ്റവും ഞാനിപ്പം ഫുഡ് വരുന്ന എല്ലാ ഐറ്റവും ഞാൻ ആദ്യമേ ടേസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും ടേസ്റ്റ് ചെയ്തിട്ടാണ് ഇറക്കുക. കിച്ചണിൽ നിന്ന് ഇറക്കുന്ന ഐറ്റം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വിളമ്പുള്ളൂ. അതിപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മള് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതെ, അതൊക്കെ നമ്മൾ തന്നെ മറ്റേ പൊടിപ്പിക്കുന്ന. അതെ അതെ, പൊടിച്ച് നമ്മളിവിടെ മാക്സിമം ഉപയോഗിക്കുന്ന ഐറ്റങ്ങളാണ്. ഇപ്പൊ വെളിച്ചെണ്ണയാണെങ്കിലും അന്നൊന്ന് ഉപയോഗിച്ച സാധനം പിറ്റേ ദിവസം ഉപയോഗിക്കാം. ഇല്ല ഇല്ല ഇല്ല, നമ്മളിപ്പം സ്നാക്സ് ഉണ്ടാക്കുന്ന ഐറ്റം അപ്പം തന്നെ നമ്മൾ പുറത്ത് ടിന്ന് വെച്ചിട്ടുണ്ട്. അവർ FSSAIക്കോ അങ്ങനെയുള്ള ലൈസൻസ്ഡ് ആൾക്കാരെ നമ്മൾ ഉപയോഗിച്ച എണ്ണ കൊണ്ടുപോവാണ്. അത് അങ്ങനെ തന്നെ മാറ്റും. അപ്പം തന്നെ നമ്മളിവിടെ ഫ്രീസർ ഇല്ലെന്നോ? ഫ്രീസർ ആകെ ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം ഉണ്ട്. നമ്മള് വെക്കാനായിട്ട് ശരിക്കും അതൊരു ക്വാളിറ്റി ആണല്ലോ നമ്മൾ. ഫ്രീസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം അത് നമ്മൾക്ക് മാക്സിമം, ഞാനിപ്പോൾ ബാലൻസ് നൈറ്റ് വന്നു കഴിഞ്ഞാൽ, ഫുഡ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റാഫിന് കൊടുത്ത് അതൊന്ന് തീർക്കും. അതിനുവേണ്ടി ഒരു ഫുഡ് മെനു ഒന്നും നൈറ്റിലില്ല. സ്റ്റാഫിന് ഫുഡ് മെനു ബാലൻസ് ഉള്ള എന്ത് ഐറ്റമാണ് അത് കംപ്ലീറ്റ് കൊടുത്തു തീർക്കുക സ്റ്റാഫ്. അപ്പോൾ ബിനോ ഇപ്പോൾ 10-25 വർഷമായെന്ന് പറഞ്ഞല്ലോ ബിസിനസ് തുടങ്ങിയിട്ട്. ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി അതെനിക്ക് പറയാനുള്ള ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. അതെ, ബിനോദിനെങ്കിൽ ബിനോവിൻ്റെ ഇപ്പൊ ജീവിച്ച് വന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള ഇതുണ്ടല്ലോ. അതെ അതെ, ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. അപ്പം ഞാൻ എൻ്റെ ക്യാഷിൽ തന്നെ ഒരു സത്യവേദ പുസ്തകം വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ 1-2 വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അത് ദൈവത്തെയും കൂടെ കാണിക്കാനുള്ള ഒരു പ്രവൃത്തിയായിരിക്കും. അപ്പോൾ ഫുഡ് സപ്ലൈ ചെയ്യുന്നുള്ളതും അത് ദൈവത്തെ കാണിക്കാനുള്ള. അപ്പം ഞാൻ എന്ത് കാര്യം ചെയ്താലും അത് സന്തോഷകരമായി ചെയ്യണം. അപ്പം അതിനകത്ത് എളിമ ഒന്നാമത്തെ കാര്യം. 2, വരുന്ന കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് അത് സന്തോഷത്തോടും എളിമയോടും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അത് നമ്മളോട് വന്ന് പറയുമെന്നല്ലാതെ അവർക്കൊരു പ്രശ്നമായിട്ട് പോകില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു എളിമയോട്, നമ്മുടെ സ്റ്റാഫിനോട് ഞാൻ എപ്പോഴും പറഞ്ഞേക്കുന്നത്, സന്തോഷമായിട്ട് ഒരു സ്റ്റാഫ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും അവരോട് നല്ല രീതിയിൽ ഇടപെട്ട് സന്തോഷമായിട്ടത് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ രീതിയിലാണ് ഇപ്പം നമ്മൾ എല്ലാവരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങളാണ്. അല്ല, അതുകൊണ്ട് വേറെ കാര്യമുണ്ട്. ബിനോ ഇപ്പോൾ ഈ 3-4 മാസമായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൾക്കാർ വന്ന് സന്തോഷത്തോടെ വന്ന് പോകുമ്പോൾ അത് വളരെ സന്തോഷം. അതെ അതെ, നമുക്കും നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. അല്ല, അതൊരു ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞത്. കാരണന്മാരുടെ അവരുടെ ഒരു പ്രാർത്ഥനയും അല്ലേ? അതെ അതെ അതെ. അതേപോലെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം? ഫാമിലി, എൻ്റെ വൈഫ് അഡ്വക്കേറ്റാണ്, ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റാണ്. അത് ഞാൻ ഓഫീസ് കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ എൻ്റെ അടുത്ത് വരും. എന്നിട്ട് നൈറ്റ് ഞങ്ങളെ ഒന്നിച്ച് റിട്ടേൺ പോകും. തിരിച്ചു പോകുന്നത് 2 മക്കളാണുള്ളത്. മൂത്തയാൾ ഫോറൻസിക് സയൻസ്, BSc ഫോറൻസിക് സയൻസ് കോയമ്പത്തൂർ കാരുണ്യ പഠിക്കുന്നു. ഇളയ മോള് ഭവൻസ് വിദ്യ മന്ദിർ എളമക്കര 10th പഠിക്കുന്നു. മോളും അതുപോലെ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് എൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒന്നിച്ച്, ഞങ്ങൾ കുടുംബമായിട്ടാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. അല്ല, അതൊരു വളരെ ഹാപ്പി തന്നെയാണ്. അതെ അതെ അതെ, ഞാൻ പറഞ്ഞില്ല, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും വിനോദ് സംസാരിക്കുന്നത് ഭയങ്കര ഹാപ്പിയിലാണ്, ചിരിച്ച മനസ്സോടെ. അതായത് വേറെ ഉള്ളിൽ വെറുതെ കളഞ്ഞില്ലാത്ത അല്ലേ? അത് വിനോദ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തികൾ പുണ്യ പ്രവൃത്തികളാണ് അല്ലേ? ഇപ്പൊ നമ്മളൊരു ഫുഡ് കൊടുക്കുന്ന ഭയങ്കര ഒരു പുണ്യ പ്രവൃത്തി തന്നെയാണ് അല്ലേ? നമ്മൾ തുച്ഛമായിട്ട് ലാഭം മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഞാൻ അടുത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റും നോക്കാം നിങ്ങൾക്ക്, പക്ഷേ ആ ഒരു റെസ്റ്റോറൻറ്റിന് എല്ലാവരുടെയും റേറ്റ് കുറവായിരിക്കും ഇവിടെ. അതെ, പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യമുണ്ട്. ഇപ്പം വൈഫ് ഒരു അഡ്വക്കേറ്റ് ആണ്. അന്ന് അഡ്വക്കേറ്റ് എന്നുള്ള ഒരു പദവിയാണെങ്കിലും വൈഫും വന്നിട്ടൊരു നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യണത്, സപ്പോർട്ട് ചെയ്യും, ക്യാഷ് വന്നിരിക്കും, സെർവ് എല്ലാ കാര്യവും ചെയ്യും. അല്ല, അതൊരു വളരെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതാണ് എൻ്റെ വിജയം. അതെ, മക്കളാണെങ്കിലും നമ്മളെ കൂടെ തന്നെ അല്ല ഒരുമിച്ച് പോകുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് വീട്ടിൽ പോകുന്നത് അല്ലേ? ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. എനിക്ക് എൻ്റെ ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫാം തുടങ്ങണം എന്നുള്ള, ഒരു നല്ല ഫാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ്.
അപ്പൊ ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് വേണം അതെ അതെ അടുത്തതിലേക്ക് കിടക്കാൻ. അതെ അതെ അല്ലെങ്കിൽ അതും ഇതും അല്ലേ, നമ്മൾ ഇതിനൊരു എപ്പോഴും നമ്മുടെ കണ്ണ് വേണം. അതെ അതെ, ഇത് എപ്പോഴും നമ്മൾ കൂട്ടത്തിലുണ്ടാകും. നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല, നമ്മൾ എപ്പോഴും കൂട്ടത്തിലുണ്ടാകണം. പക്ഷെ ഞാനത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ ഫാമാണ്. അല്ല ഇപ്പം നിങ്ങൾ ശരിക്കും സ്വദേശം കോട്ടയം വാഴൂര് പുളിക്കൽക്കവല. അതെ, അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നോ? കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളത്തേക്ക് താമസം മാറിയിട്ട് ഇപ്പം 15 വർഷത്തോളമായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃഷിയോടുള്ള ഇതൊക്കെ മാറി ഇല്ല, അത് എപ്പോഴും ഉള്ളിലുണ്ട്. അത് അതുകൊണ്ടാണ് ഫാമിലേക്ക് കൂടുതലും. എനിക്കത് ഫാം ഒരു താല്പര്യമുള്ള സംഭവമാണ്. ഏതായാലും വിനോ, അതേപോലെ ഫാമും പിന്നെ പുതിയ പുതിയ എന്താ പറയാ ഐഡിയാസും പുതിയ പുതിയ ബിസിനസ്സിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.